നമസ്കാരം. കണ്ണൂർ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയൊക്കെ കൊടിമരം, ആ കൊടിമരത്തിൽ അവർ കെട്ടിയിരുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയൊക്കെ പതാക ഒരാൾ വന്ന് വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോയി നശിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിഖിൽ എന്നു പേരുള്ളൊരു CPM-കാരനാണ് ഇത് ചെയ്തത് എന്നാണ് ബി ജെ പി തന്നെ പരാതിപ്പെട്ടിരിക്കുന്നത്. BJP തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്ത് എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് എങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്ന് ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇയാൾക്ക് ശരിക്കും നോർമലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു അല്പമെങ്കിലും ബോധമുള്ള ആരും ചെയ്യുന്ന കാര്യമല്ല. കാരണം ഇന്ന് CCTV മറ്റുമൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പകൽ ചെയ്താലും രാത്രി ചെയ്താലും പിടിക്കപ്പെടും. അപ്പോൾ CCTV ഒക്കെ ഈ ലോകത്തുണ്ട് എന്ന് അറിവില്ലാത്ത ഏതെങ്കിലും അന്തംഗമ്യാവാനാണ് സാധ്യത. അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വീഡിയോ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വേറെ ആളുകളൊക്കെ വരുന്നുണ്ട്. വാഹനത്തിൽ പോകുന്ന ആൾ നിർത്തിയിട്ട് ഇയാളോട് പലതും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർ വേറെ രീതിയിൽ കായികമായിട്ട് പ്രതിഷേധിക്കുന്നോ ഒന്നും കാണുന്നില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ശരീരഭാഷയെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണോ എന്നറിയില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, CPM-നെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു സാംസ്കാരിക സംഘടനയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തി കേന്ദ്രീകൃതമല്ല. അവർ വ്യക്തികളെ ആരെയും പൂജിക്കാറില്ല. അവർ ഭഗവദ്ധ്വജം എന്ന അവരുടെ ആ പതാകയുണ്ടല്ലോ, കൊടി, അതിന് താഴെ നിന്നിട്ടാണ് നമ്മൾ ഈ ഇപ്പോഴും ഒരുപാട് വിവാദമൊക്കെ ആയിട്ടുള്ള ഗണഗീതം ചൊല്ലുന്നതും പ്രാർത്ഥന ചൊല്ലുന്നതും അവരുടെ സംഘപ്രാർത്ഥനയും മറ്റുമൊക്കെ ചൊല്ലുന്നത് ഈ ഭഗവദ്ധ്വജം ഈ പതാകയുടെ കീഴിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ അടുത്ത് നശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അവർ പ്രതികരിക്കും എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പലയിടത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സംഗതി പറയുമ്പോൾ കണ്ണൂരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അക്കാലമൊക്കെ പണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവിടെ BJPക്ക് ശക്തമാണ്. കായികമായിട്ടൊന്നും ഏറ്റുമുട്ടി BJPയോടൊന്നും അവർ നേടാൻ പോകുന്നില്ല, RSSനോടൊന്നും. അപ്പോൾ ഇത് ഏത് രീതിയിൽ ഇതിൻ്റെ പ്രതികരണം വരുമെന്ന് അറിയില്ല. ഒരുപക്ഷെ ഇയാൾ ഈ അന്ധമായിട്ടുള്ള പാർട്ടി വിധേയത്വം കൊണ്ട്, അന്തംഗമ്മി അടിമക്കമ്മി ആയതുകൊണ്ട് ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും. അതല്ല എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ കണ്ട് ഒഴിവാക്കി വിടാനാണ് സാധ്യത. പക്ഷേ പലപ്പോഴും പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് കുറേ പേരെങ്കിലും മനസ്സിലാക്കണം. ഇതിന് അവർ പ്രതികരിച്ച് കഴിയുമ്പോഴാണ് RSS BJP അവർ ഫാസിസ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഓരോ നരേറ്റീവുകളും ഇറക്കിക്കൊണ്ട് വരുന്നത്. പലപ്പോഴും അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടാണ് ഇവന്മാർ മേടിക്കുന്നത്. ഇപ്പം തന്നെ അവിടെ എത്ര ആളുകൾ വന്ന് നോക്കുന്നുണ്ട്, ഇവരോട് പറയുന്നുണ്ട്, CCTV ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരുപാട് സമയമൊക്കെ എടുത്തിട്ടാണ് ഇവരത് കത്തിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഇതേപോലെ മറ്റെവിടെയെങ്കിലുമൊക്കെ നടന്നു കഴിയുമ്പോൾ ഇത്രയും സംയമനമൊന്നും ഒരുപക്ഷെ അവരൊന്നും കാണിക്കണമെന്നില്ല, കൈവച്ചെന്നിരിക്കും. അത് പക്ഷേ നമ്മളിവിടുത്തെ മാധ്യമങ്ങൾ മറ്റൊരു തരത്തിലായിരിക്കും അവരെ ഇവിടെ അവതരിപ്പിക്കുന്നത്. സംഘപരിവാർ കടന്നുകയറ്റമൊന്നോ അക്രമമൊന്നോ ഫാസിസമോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് വരുന്നത്. മിക്കവാറും പ്രശ്നങ്ങളിൽ ഇതുപോലെ തന്നെയാണ് തുടക്കം. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും ശരി, ഇത് BJP ആവണമെന്നില്ല, അല്ലെങ്കിൽ RSS പോലെ സംഘടനയുടെ ആവണമെന്നില്ല. ഇപ്പം CPM-ൻ്റെയോ CPI-യുടെയോ അല്ലെങ്കിൽ എന്തിന് ചെറിയ പാർട്ടിയായ കേരള കോൺഗ്രസിൻ്റെയോ കേരള കോൺഗ്രസ് B-യുടെയൊക്കെ കൊടി ഇതുപോലെ ആരെങ്കിലും നശിപ്പിച്ചാലും അവരുള്ള ആളുകളെ വെച്ച് അവർ പ്രതിരോധിക്കും, പ്രതിഷേധിക്കും. അതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് ഈ രാജ്യം ഭരിക്കുന്ന വലിയ പാർട്ടി, വലിയ സംഘടന അവരുടെയൊക്കെ കൊടി ഇതുപോലെ പരസ്യമായിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോയിട്ട് കത്തിക്കുന്നൊക്കെയുണ്ട്. ഈ വീഡിയോ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് എന്ന് ഓർക്കുക. ഇങ്ങനെയാണ് പലയിടത്തും പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ തുടക്കമാവുന്നത്. ഇതായിരിക്കും ഒരുപക്ഷെ പിന്നീട് വലിയ രീതിയിൽ സംഘടനകളാവുകയും ഒരുപക്ഷെ ആൾക്കാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊലയും മറ്റുമൊക്കെ ഉണ്ടാവുന്ന സംഗതിയുടെയൊക്കെ തുടക്കം ഇതുപോലെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ പാർട്ടി ക്ലാസ്സും സ്റ്റഡി ക്ലാസ്സും മറ്റുമൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക്. അത്യാവശ്യമായിട്ട് നിങ്ങളുടെ അണികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. ഇത് 2026 വർഷം, ഇത് AI-യുടെ കാലമാണ്, ജെമിനിയുടെ കാലമാണ്. ഇതെല്ലാം പോയിട്ട് ഇവിടെ CCTV എന്ന് പറഞ്ഞൊരു ഇടങ്ങേറ് പിടിച്ച സാധനമുണ്ടെന്നും അതുകൊണ്ട് നമ്മളുടെ ആളുകൾ ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് പരിപാടിക്ക്, ഇത് കൊണസ്റ്റ് പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ഒരാൾ അവിടെ കണ്ണ് മിഴിച്ചിരിപ്പുണ്ടെന്നും അത് ഈ ദൃശ്യങ്ങളെല്ലാം ജനങ്ങളെ കാണിക്കുമെന്നും നാളെ ഇതിനെ പ്രതിരോധിക്കാനോ ന്യായീകരിക്കാനോ ഒന്നും ഇല്ലാത്ത വിധം ഇനി ഇത് ചെയ്തവന് 2 കിട്ടിയാലും ഇത് ജനങ്ങളെന്താ പറയുന്നത്, അവൻ തെമ്മാടത്തരം കാണിച്ചിട്ടല്ലേ, അവന് 2 കിട്ടട്ടെ എന്നോ പറയത്തുള്ളൂ. അതായത് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നും അതിനാൽ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇത്തരം പരിപാടിയൊന്നും ചെയ്യാതെ ഒതുങ്ങിക്കഴിയും. നമ്മളൊന്നും വിചാരിക്കുന്ന കണക്കല്ല ലോകം. ഇവിടെ കമ്പ്യൂട്ടറുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, അതുപോലെ തന്നെ CCTV ഉണ്ട്, എല്ലാം പോയിട്ട് AI ഉണ്ട്, ജെമിനിയൊക്കെ ഉണ്ട്. ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 90കളിലെയും 80കളിലെയൊക്കെ ഈ പഴഞ്ചൻ രീതിയും എതിരാളികളെ ഇങ്ങനെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് പുതിയ കാലത്തെ പുതിയ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആവാനെങ്കിലും ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലുള്ള പാർട്ടികൾക്ക് നല്ലത്. അല്ല എങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു ഉശിരുള്ള ഒരു RSSകാരനോ അല്ലെങ്കിൽ BJPക്കാരനോ ഈ ചെയ്തു വെച്ചത് അവൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തിയെങ്കിൽ ഒതുക്കത്തി കിട്ടിയ 2 പൊട്ടിച്ചാലും കൊണ്ടോട്ട് പോകുക, അല്ലാതെ നിവർത്തിയില്ല. അവന് വേണ്ടി ഒരാളും ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്യാൻ വരില്ല. കാരണം നമ്മൾ ലോകം കണ്ടതാണ് എന്താണ് അവൻ ചെയ്തതെന്ന്. അതിൻ്റെ പ്രതികരണമായിട്ട് മാത്രമേ കൂട്ടൂ. അതിനാൽ CCTV ഇവിടെ ഉണ്ടെന്നും
CCTVയെ മറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു അറിവാണ് ആദ്യം നിങ്ങൾ സ്റ്റഡി ക്ലാസ്സിലും മറ്റുമൊക്കെ നിങ്ങളുടെ അണികൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചമ്മി നാറേണ്ടി വരില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു.